ഹലോ. ഇന്ന് എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ വന്നു. ആ ക്വസ്റ്റ്യനുള്ള റിപ്ലൈ ഞാൻ തരും. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കണം കേട്ടോ. കണ്ടിട്ട് അങ്ങോട്ട് അടിച്ച് കളഞ്ഞിട്ട് പോകാമല്ലേ. ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. അപ്പോൾ ഞാൻ അതിനുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഒരു 3-4 ഇട്ടോളൂ. അതിനുള്ള റിപ്ലൈ തരാം. ആദ്യം എൻ്റെ പേര്, എൻ്റെ മക്കളെ പേര്, ഇക്കാരെ പേര്. എൻ്റെ പേര് ഷിംല, ഇക്കാരെ പേര് സജീർ, മോളെ പേര് സിയ ഫാത്തിമ, മോൻ്റെ പേര് സിനാൻ അൽദിൻ. പിന്നെ മോള് 5ൽ പഠിക്കണം, മോൻ 1ാം ക്ലാസ്സിൽ. ഇനിയാണ് ഈ ജൂണിൽ സ്കൂൾ തുറക്കില്ലേ, അപ്പം കരജോലി കോൺക്രീറ്റിനാണ് പോകണം. വെളുപ്പിന് 5 മണിയൊക്കെ ആകുമ്പോൾ പോയി, എന്നിട്ട് 10-11 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും. വെയിലത്ത് മുമ്പും പണി തീക്കുമല്ലോ. അങ്ങനെ എല്ലാ ജോലിക്കും പാടുണ്ട്. വെയിലല്ലേ, ഭയങ്കര വെയിൽ. മഴയാകുമ്പോൾ വെയിൽ പറിക്കുമ്പോൾ നമ്മൾ പറയും മഴ പെയ്തിരുന്നെങ്കിലും. മഴ പെയ്യുമ്പോഴാ പണിയും കാണൂല. അങ്ങനെ അയ്യോ കഷ്ടം തന്നെ. അങ്ങനെ വീടെവിടെ? വീട് ഇപ്പം നമ്മൾ താമസിക്കുന്നത് കാട്ടാക്കട. മുമ്പ് എൻ്റെ വീട് പേഴ്മൂട്, കരവീട് കള്ളോട് കുറ്റിച്ച. അങ്ങനെ അപ്പം പിന്നെ ആ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഇനി മറന്നുപോയി. അപ്പം പിന്നെ എൻ്റെ ആഗ്രഹം വീടല്ലേ എല്ലാവർക്കും ആഗ്രഹം. വീട് വയ്ക്കണം, അതാണ് ആഗ്രഹം. നമ്മൾ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്തു കേട്ടോ. ഈ വർഷം കിട്ടും. ഈ വർഷം കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം. ഈ വർഷം ഇനിയിപ്പോൾ എപ്പോഴാണെന്തോ എനിക്ക് കാണാം. എന്നാലും കിട്ടും. മറ്റേ നവകേരള അത് നമ്മളവിടെ ആര്യനാട് വന്നു അപ്പം കൊണ്ട് കൊടുത്ത്. പക്ഷേ അവർ നമുക്ക് തിരിച്ച് അതിനുള്ള മറുപടി അയച്ചു തന്നു. അതെന്ന് വെച്ചാൽ അടുത്ത അപേക്ഷ വരുമ്പോൾ കൊടുക്കാൻ. ഇപ്പോഴും അപേക്ഷ കൊടുക്കണം. പക്ഷെ ഒന്നും ആവണില്ല. നമ്മൾ 10 വർഷം കൊണ്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. 10 വർഷം കൊണ്ട് കൊടുക്കണം. എല്ലാ ഫോമോ എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും കിട്ടണില്ല. അങ്ങനത്തെ കാര്യം. അപ്പോൾ നമ്മുടെ അടുത്ത് ഇനി അടുത്ത അപേക്ഷ വരുമ്പോൾ കൊടുക്കാൻ പറഞ്ഞു. ഇനി അടുത്ത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കൊടുക്കാത്തതുകൊണ്ട് കിട്ടാതിരിക്കണമെങ്കിലേ വിഷമം വരൂലേ. അങ്ങനെ കൊടുക്കും. അങ്ങനെ എവിടെയൊക്കെ അപേക്ഷ പറഞ്ഞോ അവിടെയൊക്കെ കൊടുക്കും. കിട്ടണമെങ്കിൽ കിട്ടണം. വീട് വയ്ക്കണം, അതല്ലേ എല്ലാവരുടെയും ആഗ്രഹം. പിന്നെ ഇത്ര ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ അമ്മ പണ്ടും വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. പിന്നീടാണ് ഒരു കൊച്ചു വീടെന്ന് വെച്ചാൽ മണ്ണുകൊണ്ട് കെട്ടിയ വീട് വാങ്ങിച്ച് ഉമ്മ. പിന്നെ അവിടെയായിരുന്നു. പിന്നെ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടി കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട് കിട്ടി വീടൊക്കെ സെറ്റായി. അങ്ങനെ അതേപോലെ നമുക്കും കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ചോദ്യമാണോ ചോദിച്ചത്? അതുകൊണ്ട് ഞാൻ ഇത്രയും ചോദ്യത്തിനുള്ള റിപ്ലൈ ഇട്ട്. ഇനി നിങ്ങളിതിൻ്റെ അടിയിൽ ചോദിക്കുമ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ ഇടും. ഇത് കണ്ടിട്ട് എന്നെ കളിയാക്കണം. ഓരോട് കളിയാക്കി എനിക്ക് വയ്യ. എല്ലാവരും എന്നെ കളിയാക്കണം. എന്നെ കാണാത്തതുകൊണ്ട് എൻ്റെ ഇതിൽ മെസ്സേജ് അയക്കും കേട്ടാ, എന്താ വീഡിയോ ഇടാത്ത. അങ്ങനെയാണ് ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്. കാണുന്നവരെങ്കിലും കാണട്ടെ. ചിലർ പറയും നീ വീഡിയോ ഇടാതിരിക്കുമ്പോഴും നമുക്ക് അവരൊക്കെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും എൻ്റെ വീഡിയോ കണ്ട് ചിരി വരും എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെയെങ്കിലും ചിരിക്കണവർ ചിരിക്കട്ടെ അല്ലേ. ഞാൻ കാരണം ഒരാൾ ചിരിക്കണമെങ്കിൽ അത്രയ്ക്ക് എനിക്ക് എന്തൊരു പറയേ ഒരു സന്തോഷമല്ലേ. ഞാൻ കാരണം ഒരാൾ ചിരിക്കുമ്പോഴേ അതൊരു സന്തോഷമാണ്. ഞാൻ കാരണം കരയണില്ലല്ലോ. അതുകൊണ്ട് വിചാരിച്ച് ഞാൻ വീഡിയോ ഇടാം. ചിലവർ ഞാൻ വിളിക്കുമ്പോഴേ പറയും, എടീ നീ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ചിരി ഒരു രക്ഷയില്ലെന്ന് പറയും. അപ്പോഴേ ഞാൻ പറയും, നിങ്ങൾ വീഡിയോ കണ്ട് ചിരിക്കുകയല്ലേ ചെയ്യണം, കരയണില്ലല്ലോ. അപ്പം ഞാൻ ഇനി തൊട്ട് വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് ഇനി വീഡിയോ ഇടാനൊക്കെ പറ്റും. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ.